ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വെജ് ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതായത് നമുക്ക് ഈ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കിട്ടുന്ന വെജ് ബിരിയാണി ഇല്ലേ, അതിനൊക്കെ ഭയങ്കര ടേസ്റ്റ് അല്ലേ. ആ ബിരിയാണി നമുക്ക് അതേ ടേസ്റ്റോടുകൂടി തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഫുള്ളായിട്ട് നെയ്യിലോ ഫുള്ളായിട്ട് ഓയിലിലോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ അതിലോട്ട് സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ്, പിന്നെ പെരിഞ്ജീരകം, സ്റ്റാർ അനൈസ്, പിന്നെന്തുവാ ഹോൾ പെപ്പർ, കുരുമുളകില്ലേ മുഴുവനോടെയുള്ള, അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ചൂടാക്കി ഒരു പെരിഞ്ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. സവോള ഒരു 3 സവോളയോളം ഞാൻ എടുത്തിട്ടുണ്ട്. സവോള ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത്, നിങ്ങൾക്ക് ചോപ്പ് ചെയ്യുന്ന സവാളയാണെങ്കിൽ അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിലോട്ട് ഞാൻ സവാള വരളാൻ വേണ്ടി മാത്രം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയാൽ മതിയാവേ. ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഒരുപാട് അങ്ങ് കളർ മാറേണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലൂടെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചോപ്പ് ചെയ്ത ക്യാരറ്റ്, ക്യാപ്സിക്കം, ബീൻസ്, ടൊമാറ്റോ, ഞാൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്യാബേജോ അല്ലെങ്കിൽ കോളിഫ്ലവറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം കേട്ടോ. അത് ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒരു 50% വേവണം കേട്ടോ. ഒന്ന് വഴറ്റി വേവിക്കുക. ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിൽ ഒഴിച്ചുവിടാൻ പറ്റാത്ത ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണേ. ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം ഇത് കണ്ടോ, നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇത്ര വെന്താൽ മതിയാവും, കാരണം നമ്മൾ ഇനി വെള്ളം ഒഴിച്ച് അരിയുടെ കൂടെ വേവിക്കുമ്പോൾ വെന്തോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണെങ്കിലും എടുക്കാം കേട്ടോ. ഗരം മസാല, വീട്ടിൽ തന്നെ തയ്യാറാക്കിയ ഗരം മസാലയാണ്. പിന്നെ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് കുരുമുളക് പൊടി ആളുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. പക്ഷെ അതിൻ്റെ ഒരു കുത്തൽ വന്നാൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചേർക്കാം. അതിനുശേഷം അതിൻ്റെ പച്ചമണങ്ങളൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തേക്കുന്നത്. അതായത് കൈമ റൈസ് എന്ന് പറയും. 2 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബസ്മതി റൈസിലാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഞാനിവിടെ ജീരകശാല, അതിനാകുമ്പോൾ പ്രത്യേകം മണം വരുമല്ലോ, മണവും ടേസ്റ്റും കൂടുതലാണ്. അപ്പോൾ ആ റൈസാണ് എടുത്തേക്കുന്നത്. അതൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റുക. കാരണം ഒരു 10 മിനിറ്റോളം ഒരു ലോ ഫ്ലെയിമിൽ 10 മിനിറ്റോളം വഴറ്റുക നല്ലത്. അല്ലെങ്കിൽ 5 മിനിറ്റ് എങ്കിലും കുറഞ്ഞത് വഴറ്റുക. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. വെള്ളമൊക്കെ തോർന്ന്, നമ്മൾ കഴുകി വെച്ചിരുന്നതല്ലേ, അപ്പോൾ വെള്ളമൊക്കെ തോർന്നൊന്ന് ക്രിസ്പി ആയിട്ട് വരും. അതിലോട്ട് നമുക്ക് എത്രയാണോ അരി എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 2 കപ്പ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് നോർമൽ വാട്ടറാണ്. എന്നിട്ട് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഉപ്പും കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കിയതിന് ശേഷം നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതായത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വേവിക്കണം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് അടിയിൽ പിടിക്കത്തില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട്. നിങ്ങൾ അല്ലാത്ത ഇതിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒരു 2 വട്ടമൊക്കെ ഇളക്കിയാൽ മതിയാവും. ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കാം. ഈ അരി വറുത്തിട്ടിടുന്നത് അരി ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ. അതുകൊണ്ട് പ്രത്യേക ടേസ്റ്റും വരും. നമ്മൾ നെയ്യൊക്കെ ചേർത്തല്ലേ, പ്രത്യേക ടേസ്റ്റും വരും. അതാ കണ്ടോ, ഞാൻ അതിൻ്റെ ചോറ് ഇവിടെ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല പാകത്തിന് വേവാതെ ഇരുന്നിട്ടില്ല, നല്ല പാകത്തിന് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അത്രയും വെള്ളം തന്നെ മതിയാവും. കുറച്ചേരം അടച്ച് വെച്ചിരിക്കണം എന്നേ ഉള്ളൂ കേട്ടോ. അതിനുശേഷം ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കണം. മല്ലിയില, പുതിനയിലയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഇത് നിങ്ങൾക്ക് ഇപ്പം ചൂടോടെ കാണുമ്പോൾ വെന്ത് പോയതുപോലെ തോന്നും, പക്ഷെ വെന്ത് പോയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല കറക്റ്റ് ടെക്സ്ചറായിരുന്നു.
അതിനുശേഷം ഞാൻ കുറച്ച് ഫ്രൈഡ് ഓണിയനും കാഷ്യൂനട്ടും റൈസിൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്തതാണേ. അതും കൂടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇപ്പം തന്നെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് അടച്ചു വെച്ചിരുന്നാൽ അതും നല്ലതാണ്. ഞാനിപ്പോൾ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കറക്റ്റ് ചിക്കൻ ബിരിയാണിയൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അതേ മണവും നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത്. ഇതുണ്ടാക്കി കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റും ഭയങ്കര മണവുമാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും കുഞ്ഞു കുട്ടികളൊക്കെ വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുള്ളവരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. സ്കൂളിലൊക്കെ ടിഫിനായിട്ട് പെട്ടെന്ന് കുക്കറിലൊക്കെ ഒരു വിസിൽ കൊണ്ട് തന്നെ വേവുന്ന ടൈപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് കണ്ടോ, അതിൻ്റെ കൂടെ സാലഡും പപ്പടവും മാത്രം മതി. ഇല്ല വെറുതെയും ഇത് കഴിക്കാൻ പറ്റും. ഞാനിവിടെ സാലഡും പപ്പടത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളവർ പ്രത്യേകം ട്രൈ ചെയ്ത് നോക്കണം. അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്